ഈ ഷാരിഖ് ആ പ്രദേശത്തൊക്കെയുള്ള വീടുകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തൊട്ടടുത്തൊന്നുമല്ല വീടുകൾ എന്ന് തോന്നുന്നു, കുറച്ച് മാറിയാണ്. പക്ഷേ ഇത് വലിയൊരു സ്ഫോടനമായതുകൊണ്ട് ചില വീടുകൾക്കൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അവിടുത്തെ വീടുകളുടെ അവസ്ഥ എന്താണ്? ആ വീട്ടിലുള്ളവരൊക്കെ പറയുന്നത് എന്താണ് ഈ അപകടത്തെക്കുറിച്ച്? അവർക്കൊക്കെ എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? വീടിൻ്റെ കേടുപാടുകൾ എങ്ങനെയാണ്? അനുജ, ഈ സംഭവം നടന്ന സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു 500 മീറ്റർ വിട്ടിട്ടാണ് ഈ വീടുകളൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു ജനവാസ മേഖലയാണ്. വീടുകൾ ഇടതിങ്ങിയിട്ട് തന്നെയാണ് വീടുകൾ ഉള്ളത്. ഇപ്പോൾ ഈ വീടുകളിലെ എല്ലാ ജനലുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളുടെയും ജനൽ തകർന്നിട്ടുണ്ട്. എല്ലാ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ്. അമ്മ, എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? വലിയൊരു ശബ്ദമാണോ കേട്ടത്? എന്താ? അങ്ങനെ ടി വി കണ്ട് കിടന്ന് അങ്ങനെ മയങ്ങിപ്പോയി. പെട്ടെന്നൊരു പൊട്ടി കേട്ടു. ഞാൻ എന്താ ഇടി വെട്ടണമെന്ന് പറഞ്ഞു എന്നിട്ടു. അപ്പോഴേക്കും പടപടാന്ന് വീണ്ടും പിന്നെ ജില്ലി എന്നുള്ള ശബ്ദവും കേട്ടു. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ടി വിയൊക്കെ ഓഫ് ചെയ്ത് നോക്കുമ്പോഴേക്കും പുറത്ത് ഭയങ്കര ബഹളം. എല്ലാ ആൾക്കാരും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കഥ തുറക്കാൻ പറ്റുന്നില്ല. ബോൾട്ട് പോയിട്ടുണ്ട്, കാരണം തുറക്കാൻ പറ്റാതെ. അത്രയും എനിക്കറിയുള്ളൂ. വീടിൻ്റെ ജനൽ ചില്ലുകളൊക്കെ തകർന്നിട്ടുണ്ട്. എല്ലാ ചില്ലുകളും തകർന്നിട്ടുണ്ട്. എല്ലാ ജനലും ഞങ്ങളെല്ലാം അടിച്ചു കൂട്ടിയിട്ടൊക്കെയാ കാലുമ കയറാണ്ടിരിക്കാൻ. ഇവിടെ പിന്നെ അടുക്കളയിൽ ഇത് ചിമ്മിണിയുടെ അത് പൊട്ടിച്ചാടിയുണ്ട് ഒക്കെ ഉണ്ട്. ചേട്ടനുണ്ടായിരുന്നു ആ സമയം? ഇല്ല, ഞാൻ പുറത്ത് പോയിക്കാണ്. ഞാൻ പുറത്തുനിന്ന് വരുമ്പോഴാണ് ഇവിടെ ഒരെണ്ണം വന്ന് പൊട്ടിയത്. അപ്പോൾ ഞാൻ വീണിട്ട് എൻ്റെ കാല് പൊളിഞ്ഞത് കണ്ടില്ലേ. അത് കാട്ടണ്ട. മറ്റു ഇവിടെ എത്ര വീടുകളുണ്ട് ഈ ഭാഗത്ത്, ഈ പരിസരം? വീടുകൾ കണ്ടമാനം വീടുണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ 4 സൈഡിലും വീടുകൾ കണ്ടമാനമുണ്ട്. ഈ മിക്ക വീടുകളുടെയും ജനൽ ചില്ലുകൾ പോയിട്ടുണ്ട്. ചിലവരുടെ ഡോറൊക്കെ പറന്നു പോയിട്ടുണ്ട്. പലതും ചിലർക്ക് വീട്ടിലുള്ളവർക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താന്നുള്ള ഒന്നും അറിയില്ല. ഒക്കെ ആംബുലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അത് ഈ റോഡ് ചെറുതാണല്ലേ, പെട്ടെന്നേക്ക് പോയി വരാൻ കൂടെ ആംബുലൻസ് ഫയർ എഞ്ചിൻ പോകാനുള്ള വഴിയില്ല. ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ അധികം കറന്നോട്ട് വേണം പോകാനേ. അതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇതുവരെ അവർ ചെയ്തത് വളരെ ഡീസൻ്റ് ആയിട്ടാണ് ചെയ്തിരുന്നിട്ട്. ഒരു അപകടങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ആ സതീഷ് എന്ന് പറയുന്ന ആൾ എന്നും കാലത്ത് സംസാരിച്ച് പോകുന്ന ആളാണ്. വളരെ ഒരു കുഴപ്പക്കാരനല്ല. എന്തോ ദൈവനിശ്ചയം എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. നമുക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. ആൾക്കാർക്ക് പറ്റിയില്ല. വീടിൻ്റെ ജനലൊക്കെ പിന്നെയും മാറ്റിയിടാം. ജീവൻ പോയി എന്ത് ചെയ്യാം? അനുജ, അത്തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ വീടിൻ്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ സമീപത്തുള്ള വീടിലെ ആർക്കും പരിക്കുകളൊന്നുമില്ല. വലിയ പ്രകമ്പനമാണ് ഉണ്ടായത്. അതായത് വലിയ ശബ്ദം കേട്ടാണ് ഇവർ ഈ ഉച്ചമയക്കത്തിലായിരുന്നു ഇവരെല്ലാം ഉണർന്ന് എത്തുമ്പോഴേക്കും ഈ വലിയ ശബ്ദം കേട്ട് ആളുകൾ നിലവിളിയായി ഓടുകയായിരുന്നു. അത്തരത്തിലൊരു വലിയൊരു ശബ്ദമാണ് ഉണ്ടായത്. എന്തായാലും വീടിൻ്റെ, അതായത് ഇവിടെ നിറയെ വീടുകളുണ്ട്. ഈ ഭാഗത്ത് നിറയെ വീടുകളുണ്ട്. എന്നാൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു 500 മീറ്റർ വിട്ടിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ നിറയെ വീടുകളുണ്ട്. ഈ വീടിൻ്റെ ജനൽ ചില്ലുകളെല്ലാം തകർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ വലിയൊരു ശബ്ദമാണ് ഇവർ കേട്ടതെന്ന് പറയുന്നു. ആ ശബ്ദം കേട്ടത് ഉടനെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കുന്ന വലിയ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടെന്ന് പറയുന്നു. അവർ ആകെ അമ്പരന്ന് ഭയത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നിലവിളിയും ആളുകൾ കൂട്ടത്തോടെ ഓടുന്ന ദൃശ്യങ്ങളാണ് ഇവർ കണ്ടതെന്ന് പറയുന്നു. എന്തായാലും ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുണ്ട്. ആ വീടിൻ്റെ ജനൽ ചില്ലുകളും അതുപോലെ തന്നെ നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഡോർ ഉൾപ്പെടെ, അതായത് വാതിൽ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആഘാതം, ഈ ശബ്ദം, വലിയൊരു പ്രകമ്പനം, അതുപോലെ തന്നെ വലിയൊരു ശബ്ദം, വലിയ സ്ഫോടനത്തിൻ്റെ വൻ ശബ്ദമാണ് ഇവർ കേട്ടതെന്ന് പറയുന്നു. എന്തായാലും മറ്റു പരിക്കുകളോ മറ്റു അപകടങ്ങളോ ഇവിടെ ഈ സമീപത്തുള്ള ആർക്കും ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.